വചനമൊഴി ജനുവരി 18. വചനഭാഗം റോമ 10:10-20, മർക്കോസിന്റെ സുവിശേഷം 1:21-28. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അവർ കഫർനാമിലെത്തി. സാബത്തിൽ അവൻ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു. അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ അവരുടെ സിനഗോഗിലുണ്ടായിരുന്നു. അവൻ അലറി, നസ്രായനായ ഈശോയെ, ഞങ്ങൾക്കും നിനക്കും എന്ത്? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. ഈശോ അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് പുറത്തു വരുക. അശുദ്ധാത്മാവ് അവനെ കോച്ചി വലിച്ച് ഉച്ചത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, ഇതെന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനം! അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു. അവന്റെ പ്രശസ്തി ഉടനെ ഗലീലിയുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം വ്യാപിച്ചു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നലെ സുവിശേഷത്തിൽ നാം കണ്ടത് ഈശോ കാറ്റിനെ ശാസിക്കുന്നതും കടലിനെ ശാന്തമാക്കുന്നതുമായ സംഭവമാണ്. അത് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാര് വിസ്മയഭരിതരായി സംസാരിക്കുകയായിരുന്നു. ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നത് ഈശോ പിശാചിന്റെ മേൽ അധികാരമുള്ളവനായി ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നത് ഈശോ സിനഗോഗിൽ പഠിപ്പിക്കുന്നതിനെ കുറിച്ച്. അവന്റെ പ്രബോധനത്തിൽ എല്ലാവരും വിസ്മയഭരിതരായി. കാരണം അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചിരുന്നത്. സിനഗോഗിൽ ഉണ്ടായിരുന്ന പിശാച് ബാധിതനിൽ നിന്നും പിശാചിനെ പുറത്താക്കുന്നു. പിശാച് ദൈവത്തിനെതിരായ ഒരു ശക്തിയല്ല, മറിച്ച് മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റുന്ന ഒരു ശക്തിയാണ്. പിശാച് മനുഷ്യനെ ബാധിച്ച് മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റുന്നു. ഈശോ വന്നത് പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും മനുഷ്യനെ വിമോചിപ്പിച്ച് സ്വതന്ത്രനാക്കാനാണ്. ഇന്ന് സുവിശേഷത്തിൽ നാം കണ്ടത് അപ്രകാരം പിശാചിന് അടിമപ്പെട്ട ഒരു വ്യക്തിയെ ഈശോ വിമോചിപ്പിക്കുന്നതാണ്. പിശാച് ഈശോയെ തിരിച്ചറിയുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധൻ എന്നാണ് പിശാച് പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധനായ ഈശോ മിശിഹ ദനഹക്കാലം മിശിഹായുടെ ദൈവിക വെളിപാടിനെ, ദനഹക്കാലം മിശിഹായുടെ പ്രത്യക്ഷീകരണത്തെ നാം പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്ന ദിവസങ്ങളാണ്. പിശാചിന്റെ മേലും അധികാരമുള്ള, സർവശക്തികളുടെ മേലും അധികാരമുള്ള ഈശോ ദൈവപുത്രനാണ്, ദൈവത്തിന്റെ പരിശുദ്ധനാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഇന്നും പിശാച് മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റുവാൻ ശക്തിയുള്ളവനാണ്. മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്ന് മനുഷ്യൻ ദൈവോന്മുഖമായി ജീവിക്കുന്നില്ലെങ്കിൽ, മനുഷ്യൻ ദൈവവചനത്തിൽ നിന്ന് അകന്ന് ജീവിക്കുമ്പോൾ പിശാചിന് മനുഷ്യനെ കീഴടക്കുവാൻ എളുപ്പമാണ്. ഈശോ പോലും പിശാചിനെ അകറ്റി നിർത്തുന്നത് വചനം ഉപയോഗിച്ചുകൊണ്ട്. വചനാനുസൃതമായ ജീവിതത്തിലൂടെ പിശാചിനെ അകറ്റുവാൻ,
തിന്മയുടെ ശക്തിയെ അകറ്റി നിർത്തുവാൻ നമുക്ക് സാധിക്കും. കാരണം സർവശക്തികളുടെയും മേൽ അധികാരമുള്ള കർത്താവിന്റെ വചനത്തിലാണ് നാം വിശ്വസിക്കുന്നത്. കർത്താവിന്റെ വചനത്താലാണ് നാം നയിക്കപ്പെടുന്നത്. കർത്താവിന്റെ വചനത്തോട് ചേർന്ന് ജീവിച്ച് നമ്മുടെയും ജീവിതത്തിൽ നിന്ന് തിന്മയുടെ ശക്തികളെ, പൈശാചിക ശക്തികളെ പുറത്താക്കുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.